വാർത്തകൾ തുടർന്ന് നോക്കാം. ടോപ്പ് ഹെഡ്ലൈൻസ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് അതൃപ്തി. മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് CPI. അല്പസമയത്തിനകം സംസ്ഥാന സെക്രട്ടറി നിലപാട് അറിയിക്കും. വിഷയം LDF-ൽ ചർച്ച ചെയ്തില്ലെന്ന് RJD. പദ്ധതിയിൽ ഒപ്പുവച്ച സാഹചര്യം വിശദീകരിക്കാൻ വൈകിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം. സർക്കാരിന്റേത് ഏകപക്ഷീയമായ തീരുമാനമെന്ന് പ്രതിപക്ഷം. CPIM-ന് CPI-യേക്കാൾ വലുത് BJP എന്ന പ്രതിപക്ഷ നേതാവ്. ഇത് മുഖ്യമന്ത്രി പോയി പ്രധാനമന്ത്രിയെ കണ്ട് അവരുടെ ഒരു രാഷ്ട്രീയമായ ഒത്തുചേരലിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ പദ്ധതിയിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ തീരുമാനം. രണ്ടാമത്തെ സുപ്രധാനമായ ഘടകകക്ഷിയായ CPI-യേക്കാൾ വലുതാണ് CPM-ന് കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം. ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ്. പോറ്റിയുമായി അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോയി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിക്കും. റിമാൻഡിലുള്ള മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഈ മാസം 29 മുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അപേക്ഷ നൽകി. അനേക ലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ മുരാരി ബാബു കളങ്കപ്പെടുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ആനക്കൊമ്പ് കേസിൽ നടൻ മോഹൻലാലിനും സംസ്ഥാന സർക്കാരിനും തിരിച്ചടി. മോഹൻലാലിന് ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകിയത് ഹൈക്കോടതി റദ്ദാക്കി. വനവകുപ്പിന്റെ തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്ന് കോടതി. പുതിയ വിജ്ഞാപനം ഇറക്കാൻ സർക്കാരിന് നിർദ്ദേശം. ഹൈദരാബാദിലെ കർണൂലിൽ AC വോൾവോ ബസിന് തീപിടിച്ച് 20 പേർ മരിച്ചു. 20ഓളം പേർ ബസിന്റെ ജനലിലൂടെ ചാടി രക്ഷപ്പെട്ടു. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടിച്ച ഇരുചക്ര വാഹനം ബസിന്റെ ഇന്ധന ടാങ്കിൽ ഇടിച്ചതോടെയെന്ന് സംശയം. അപകടമുണ്ടായത് പുലർച്ചെ. പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ച കേന്ദ്രം. നിലവിലെ ചീഫ് ജസ്റ്റിസ് BR ഗവായി വിരമിക്കുന്നത് നവംബർ 23-ന്. പിൻഗാമി നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട കേന്ദ്രം കത്ത് നൽകി. സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്തിന് സാധ്യത.